ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 552. സൂറത്ത് യൂസുഫ് ആയത്തുകൾ 101 മുതൽ 111 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് فاطر السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون وما أكثر الناس ولو حرصت بمؤمنين وما تسألهم عليه من أجر إن هو إلا ذكر للعالمين وكأي من آية في السماوات والأرض يمرون عليها وهم عنها معرضون وما يؤمن أكثرهم بالله إلا وهم مشركون أفأمنوا أن تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين وما أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. സൂറത്ത് യൂസുഫ് ആയത്ത് 101, പേജ് 854. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി. യൂസുഫ് അലി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബേ, അല്പം ആധിപത്യം എനിക്ക് നീ നൽകിയിരിക്കുന്നു. ഇന്നാട്ടിലെ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രി എന്ന സ്ഥാനം എനിക്ക് നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, ചില സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്നും നീ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ, ഇഹലോകത്തും പരലോകത്തും എൻ്റെ രക്ഷാധികാരി നീയാകുന്നു. തവഫനി മുസ്ലിമ, നിനക്ക് ആത്മാർപ്പണം ചെയ്തവനായ നിലയിൽ എന്നെ നീ മരിപ്പിക്കണമേ, അതായത് മുസ്ലിമായി മരിപ്പിക്കണമേ. പേജ് 855. പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എന്നെ മുസ്ലിമായി റബ്ബിന് ആത്മാർപ്പണം ചെയ്തവനായി മരിപ്പിക്കണമേ എന്ന പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ വിശ്വാസിയും മാതൃകയാക്കേണ്ടതാണ് ഈ പ്രാർത്ഥന. ആയത്ത് 102.
ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ نُوحِيهِ إِلَيْكَ അദൃശ്യ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണത്, നിനക്ക് നാം അത് വഹ്യ് നൽകുന്നു. വമാ കുന്ത ലദൈഹിം ഇദ് അജ്മഉ അംറഹും വഹും യംകുറൂൻ അവർ തന്ത്രം പ്രയോഗിക്കുന്നവരായ അവസ്ഥയിൽ അവരുടെ കാര്യം യോജിച്ച് തീർച്ചപ്പെടുത്തിയപ്പോൾ നീ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവർ എന്നാൽ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരങ്ങൾ തന്ത്രം പ്രയോഗിക്കുമ്പോൾ എന്നർത്ഥം. അനേകം തലമുറകൾക്ക് മുമ്പ് നടന്ന ഒരു പ്രവാചക ചരിത്രം ഇത്ര മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിക്കുവാൻ കഴിയുന്നത് അള്ളാഹുവിൽ നിന്നുമുള്ള ദിവ്യ സന്ദേശം കൊണ്ട് മാത്രമാണ്. എല്ലാ അദൃശ്യ കാര്യങ്ങളും ഈ നിലക്കല്ലാതെ പറയുവാൻ പ്രവാചകന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ സത്യസന്ധതയ്ക്കുള്ള ഏറ്റവും വലിയ രേഖയാകുന്നു ഇത്തരം ചരിത്ര കഥനങ്ങൾ. ആയത്ത് 103. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 553. സൂറത്ത് യൂസുഫ് ആയത്ത് 103, പേജ് 855. വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ ജനങ്ങളിൽ അധിക പേരും നീ അതിയായി ആഗ്രഹിച്ചാലും വിശ്വസിക്കുന്നവരല്ല. എവിടെ നോക്കിയാലും എല്ലാ കാലത്തും ബഹുദൈവ വിശ്വാസികളാണ് അധികവും. പ്രബോധന പ്രവർത്തനങ്ങൾ എത്ര തന്നെ നടത്തിയാലും ഭൂരിപക്ഷം വിശ്വാസികളാകുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. സത്യം, നീതി, ന്യായം, നന്മ ഇവരുടെ ഭാഗത്ത് ന്യൂനപക്ഷമേ ഉണ്ടാകൂ. സത്യം എന്താണെന്ന് മനസ്സിലായാലും അത് സ്വീകരിക്കാൻ അധികവും മുന്നോട്ട് വരില്ല. പലതരത്തിലുള്ള ഭൗതിക താല്പര്യങ്ങളും തടസ്സമായിരിക്കും അവർക്ക്. പൈശാചിക പ്രേരണകളും പ്രലോഭനങ്ങളും ജനങ്ങളുടെ എതിർപ്പും വകവെക്കാതെ മനക്കരുത്തോടെ മുന്നോട്ട് വരുവാൻ കഴിയുന്നവർ കുറവായിരിക്കും. അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. ആയത്ത് 104. വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ ഇത് സംബന്ധിച്ച് യാതൊരു പ്രതിഫലവും അവരോട് നീ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ ഇത് ലോകർക്ക് ഒരു ബോധനം മാത്രമല്ലാതെയൊന്നുമല്ല. കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലും അതിലേക്ക് അവരെ പ്രേരിപ്പിക്കലും മാത്രമാണ് ഇവിടുത്തെ നയം. നിർബന്ധിക്കൽ ഇവിടെ ഇല്ല. പരിപൂർണമായ സ്വാതന്ത്ര്യം. ആയത്ത് 105. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദി ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്. യമുറൂന അലൈഹ അവർ അവയുടെ അരികിലൂടെ നടന്നു പോകുന്നു. പേജ് 856. വഹും അൻഹാ മുറിദൂൻ അവയെ അവർ അവഗണിച്ചവരായ അവസ്ഥയിൽ എന്ത് കണ്ടാലും ശ്രദ്ധിക്കുകയില്ല. എണ്ണിയാലൊടുങ്ങാത്ത ദൃഷ്ടാന്തങ്ങളാണ് പ്രപഞ്ചത്തിൽ. സ്വന്തം ശരീരത്തിൽ പോലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, ചരിത്രപരമായ അവശിഷ്ടങ്ങൾ തന്നെ വളരെയുണ്ട്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയെ നശിപ്പിച്ച മദായിൻ സ്വാലിഹിലെ മല തുരന്നുണ്ടാക്കിയ വീടുകൾ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയെ നശിപ്പിച്ച സ്ഥലം, ഫിർഔനിൻ്റെ ജഡം, ഇങ്ങനെ പലതും. അവയുടെ ചരിത്രപരമായ ഗവേഷണം നടത്തുക എന്നതിനപ്പുറം ഈ ജനത നശിപ്പിക്കപ്പെടാൻ കാരണമെന്ത് എന്ന സുപ്രധാന വശത്തേക്ക് ഭൂരിപക്ഷം ചിന്തിക്കുന്നേയില്ല. വ്യക്തമായ നിഷേധവും ധിക്കാരവും തന്നെ. ആയത്ത് 106. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ അവരിൽ അധികം ബഹുദൈവാരാധകരായിരിക്കുന്ന അവസ്ഥയിലല്ലാതെ വിശ്വസിക്കുന്നില്ല. ലോകത്ത് ഭൂരിപക്ഷവും ദൈവവിശ്വാസികൾ തന്നെയാണ്. അതോടുകൂടി അള്ളാഹുവിലേക്ക് ശുപാർശക്കാരും ഇടയാളന്മാരും മധ്യസ്ഥന്മാരുമുണ്ടെന്ന് പറയുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ജനങ്ങളധികവും ഇങ്ങനെയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ തന്നെ നോക്കുക. കാർമേഘവും കാറ്റുമൊക്കെ സൃഷ്ടിച്ചതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹു തന്നെ എന്ന് പറയുന്നു. എന്നിട്ട് മഴയില്ലാതെ കഷ്ടപ്പെട്ടാൽ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള എല്ലാ ജാറങ്ങളും ഔലിയാക്കളോടുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ്. ഇതിനെപ്പറ്റി നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കിയാൽ യഥാർത്ഥ ഈമാനിൽ നിന്ന് ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വളരെ ദൂരം അകന്നുപോയിരിക്കുന്നു എന്ന് കാണാം. ആ ജാറങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും പലവിധ നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നതിന് പുറമെ ആചാരങ്ങളും ആചാരങ്ങളിലേക്കുള്ള നേർച്ച വസ്തുക്കളും ആരാധിക്കപ്പെടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ബസ്സിലേക്ക് ഒരു നേർച്ചയാടിനെ ഒരാൾ പിടിച്ചു കയറ്റി. നേർച്ചയാടായതുകൊണ്ട് ഭക്തിപൂർവ്വം ഡ്രൈവറും കണ്ടക്ടറും മൗനം ദീക്ഷിച്ചു. യാത്രക്കാർ നേർച്ചയാടിനോടുള്ള ആദരവിൻ്റെ പേരിൽ എണീറ്റ് നിന്ന് യാത്ര ചെയ്തു. അതിൽ വിശ്വാസമില്ലാത്തവരും മറ്റുള്ളവരോടൊന്നിച്ച് എണീറ്റ് നിന്നു. കുറേ ദൂരം പോയി ആടിനെ പിടിച്ചിറക്കിയപ്പോൾ പിന്നെ എല്ലാവരും ഇരുന്നു യാത്ര ചെയ്തു. ഇവിടെ നമ്മുടെ ഈമാൻ മഹാവ്യസനം തന്നെ. ഇതൊരു ഉദാഹരണം മാത്രം. ജാറത്തിൽ തൂക്കിയിട്ടുള്ള കൊടിയെ ചുംബിക്കുക, വന്ദിക്കുക, ജാറങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുളങ്ങളിലെയും കിണറ്റിലെയും വെള്ളത്തിന് ദിവ്യശക്തി കൽപ്പിക്കുക, അവിടുത്തെ കബറിങ്ങൽ
അവിടുത്തെ കബറിടങ്ങളിൽ വളരുന്ന വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ദിവ്യത്വം ആരോപിക്കുക എന്നിത്യാദികളെല്ലാം ചിഹ്നങ്ങളെ ആരാധിക്കുന്ന ഇനത്തിൽപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യരും ആരാധന ഏറ്റുവാങ്ങുന്നുണ്ട്. ജാതിമത ഭേദമന്യേ ഇത്തരം മനുഷ്യദൈവങ്ങളെ എമ്പാടും കാണാം. വിദ്യാസമ്പന്നരും ബുദ്ധിമാന്മാരും ചിന്തകരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമൊക്കെ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെയോ മനുഷ്യദൈവങ്ങളുടെയോ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുന്നത് കാണാം എന്ന് പറഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവർ പോലും ചിലർ അങ്ങനെ ചെയ്യുന്നു എന്നർത്ഥം. അറിയപ്പെടുന്ന 1000-ൽ പരം മനുഷ്യദൈവങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രാദേശിക പ്രശസ്തിയിൽ മാത്രം ഒതുങ്ങുന്ന അനേകം കുട്ടിദൈവങ്ങൾ വേറെയും. ജ്യോത്സ്യന്മാരും ഗണിതക്കാരുമെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടവരാകുന്നു. എല്ലാം അദൃശ്യമായ അറിവിൻ്റെയും കഴിവിൻ്റെയും സങ്കല്പത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ വിശ്വാസം സൃഷ്ടാവിലേക്ക് മാത്രമാക്കുകയാണ് തൗഹീദ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 554, സൂറത്ത് യൂസുഫ് ആയത്ത് 107. അഫ അമിനു അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹി. അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് വ്യാപകമായ അപകടം അവർക്ക് വരുന്നതിനെപ്പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? പേജ് 857. ഔ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അല്ലെങ്കിൽ അവർ ഓർക്കാതിരിക്കുന്ന അവസ്ഥയിൽ പൊടുന്നനവെ ആ അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരുന്നു കൊള്ളുക, ഏത് സമയത്തും എന്തും സംഭവിക്കാം. ആയത്ത് 108. ഖുൽ ഹാദിഹി സബീലി. പറയുക, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ദൃഢമായ ഉൾക്കാഴ്ചയോടെ അള്ളാഹുവിങ്കിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിൻപറ്റിയരും. ഞാൻ അള്ളാഹുവിങ്കിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്ന കാര്യം നല്ലതാണ്, വേണ്ടപ്പെട്ടതാണ്, അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് ഞാൻ പറയുമ്പോൾ, അതുപോലെ തന്നെ ഇന്ന കാര്യം ചീത്തയാണ്, നമുക്ക് ദോഷമാണ്, അള്ളാഹു വിരോധിച്ചതാണ് എന്ന് ഞാൻ പറയുമ്പോൾ, ശരിയായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്നെ പിൻപറ്റിയവർ എന്ന വാക്ക് വിശ്വാസികൾക്ക് പൊതുവെ ബാധകമാണ്. അപ്പോൾ എല്ലാവരും ഈ നിലപാട് സ്വീകരിക്കണം. നമ്മൾ ജനങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അത് അങ്ങനെ തന്നെ എന്ന് നമുക്ക് രേഖാമൂലം ബോധ്യപ്പെട്ടിരിക്കണം. അല്ലാതെ ഒന്നും ഊഹിച്ചു പറയാൻ പാടില്ല. നമ്മുടെ ഈമാനിനും ഷെയ്ഖിനും നല്ല ബോധ്യമുണ്ടെന്ന് ധരിച്ചാൽ പോരാ, നമുക്ക് സ്വന്തം നിലക്ക് ബോധ്യപ്പെട്ടിരിക്കണം. നമ്മൾ പറയുന്നതിനൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പാകെ നമ്മൾ ഉത്തരവാദികളാണ്. പരലോകത്ത് അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും. ഇന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കങ്ങനെ ബോധ്യം വന്നു എന്ന് പറയാൻ സാധിക്കണം. നമുക്ക് വേണ്ടി നമ്മുടെ ഉസ്താദോ ഇമാമോ ഷെയ്ഖോ മറുപടി പറയാൻ അവിടെ ഹാജരാകയില്ല. വസുബ്ഹാനല്ലാഹി. അല്ലാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ ബഹുദൈവാരാധകരിൽ പെട്ടവനല്ല തന്നെ. ആയത്ത് 109. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ. ദേശവാസികളിൽ നിന്ന് നാം വഹി നൽകിയ ചില പുരുഷന്മാരെയല്ലാതെ നിനക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. സ്ത്രീകളെ ദൈവദൂതരാക്കുന്ന പതിവുണ്ടായിട്ടില്ലെന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അള്ളാഹു വഹി നൽകിക്കൊണ്ട് ദൂതരായി നിയോഗിച്ചിട്ടുണ്ട്. ഏതെല്ലാം ദേശങ്ങളിലാണ്, ആരൊക്കെയാണ് എന്ന് വ്യക്തമായ അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. ധാരാളമുണ്ടെന്ന് മാത്രം. മൊത്തത്തിൽ നമ്മളത് വിശ്വസിക്കുന്നു. ഈ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു മലക്കിനെ റസൂലായി അയക്കാതെ മനുഷ്യരെ തന്നെ അയച്ചതെന്ത് എന്ന് മക്കാ മുശ്രിക്കുകൾ ചോദിച്ചിരുന്നു. അതിന് മറുപടി പറയുകയാണ്, മുമ്പൊരിക്കലും മലക്കിനെ റസൂലാക്കിയിട്ടില്ല, മനുഷ്യരെ തന്നെയാണ് റസൂലാക്കിയത്. അതുതന്നെ പുരുഷന്മാരെ മാത്രം, സ്ത്രീകളെ അയച്ചിട്ടില്ല, അതും ജനവാസ പ്രദേശങ്ങളിൽ മാത്രം. ആയത്ത് ഇതിന് തുടർച്ച തന്നെയാണ്. അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. ഇവർ ഭൂമിയിൽ സഞ്ചരിച്ച് ഇവർക്ക് മുമ്പ് കഴിഞ്ഞവരുടെ പര്യവസാനം എങ്ങനെ ആയെന്ന് അവർ നോക്കിയിട്ടില്ലേ? പേജ് 858. വലദാറുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന തഖൗ. പരലോകത്തിലെ ഭവനം ഭയഭക്തിയോടെ ജീവിച്ചവർക്ക് ഏറ്റവും ഉത്തമമാകുന്നു. അഫലാ തഅഖിലൂൻ. എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മുൻകാല സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പലയിടത്തുമുണ്ട്. നേരത്തെ 105-ാം ആയത്തിലും അത് സൂചിപ്പിച്ചു. ഭൂമിയിലൂടെ സഞ്ചരിച്ച് അതൊക്കെ കണ്ട് പാഠം പഠിക്കുന്നവർ വളരെ ചുരുക്കം. ആയത്ത് 110. ഹത്താ ഇദ സ്തൈഅസ റുസുൽ
അങ്ങനെ ദൂതന്മാർ നിരാശപ്പെട്ടപ്പോൾ വദന്നു അന്നഹും ഖദ് കുദിബു, തങ്ങളോട് കളവ് പറയപ്പെട്ടു എന്ന് അവർ, അതായത് ജനം വിചാരിക്കുകയും ചെയ്തപ്പോൾ, അവർ ജനങ്ങളോട് പ്രബോധനം ചെയ്ത കാര്യങ്ങളെ ജനങ്ങൾ ധിക്കാരപൂർവ്വം കളവാക്കിയപ്പോൾ ജാഅഹും നസ്റുനാ, നമ്മുടെ സഹായം അവർക്ക് അഥവാ ദൂതന്മാർക്ക് വന്നെത്തി. ഫനുജ്ജിയ മൻ നശാഉ, അങ്ങനെ നാം ഉദ്ദേശിക്കുന്നവർക്ക് രക്ഷ നൽകപ്പെട്ടു. വലയുറദ്ദു ബഅസുനാ അനിൽ ഖൗമിൽ മുജ്രിമീൻ, ദുർമാർഗികളായ ജനങ്ങളിൽ നിന്ന് നമ്മുടെ ശിക്ഷ ഒഴിവാക്കപ്പെടുകയില്ല. ആയത്ത് 111. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, നിശ്ചയമായും അവരുടെ കഥകളിൽ ബുദ്ധിമാന്മാർക്ക് പാഠമുണ്ട്. ഈ ഇരുളടഞ്ഞ ലോകത്തിലെ ജീവിതത്തിൽ ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് നല്ല വെളിച്ചം നൽകുന്ന പലതും പഠിക്കുവാനും പകർത്തുവാനുമുണ്ട്. മാക്കാന ഹദീസൻ യുഫ്തറാ, അതൊരിക്കലും കെട്ടിയുണ്ടാക്കപ്പെടുന്ന വർത്തമാനമല്ല. വലകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി, പക്ഷേ ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതാണത്. വതഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ വിഷയങ്ങളുടെ വിശദീകരണവും. വഹുദം വറഹ്മതൻ, മാർഗദർശനവും കാരുണ്യവും. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക്. ഖുർആൻ എന്താണെന്ന് ഇവിടെ വീണ്ടും വ്യക്തമാക്കുന്നു. മുമ്പ് കഴിഞ്ഞ സമുദായങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഈ ഖുർആൻ വ്യക്തമാക്കി തരുന്നു. അസത്യമായി അതൊന്നും ഈ ഗ്രന്ഥത്തിലില്ല. മുൻവേദങ്ങളെ തള്ളിപ്പറയുന്നതല്ല ഈ വേദം. മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത യഥാർത്ഥ വേദങ്ങളെ അംഗീകരിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യനെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളെല്ലാം ഈ ഗ്രന്ഥം വിശദീകരിക്കുന്നു. പേജ് 859. സംശയങ്ങൾ ദൂരീകരിച്ച് സത്യമാർഗം കാണിച്ചു തരുന്നു. എന്താണ് പാപം, എന്താണ് പുണ്യം, എന്താണ് നന്മതിന്മകൾ, ഇവയൊക്കെ ഈ ഗ്രന്ഥം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഏകനായ സൃഷ്ടാവിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികൾക്ക് മഹത്തായ അനുഗ്രഹമാണ് ഈ ഗ്രന്ഥം. ഉപദേശങ്ങൾ കേൾക്കാൻ സൗകര്യപ്പെട്ടാൽ ശ്രദ്ധിച്ചു കേൾക്കുകയും സ്വതന്ത്രമായി ചിന്തിച്ച് കാര്യം മനസ്സിലാക്കുന്നത് അംഗീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാർക്ക് ഈ ഖുർആൻ കൊണ്ടുള്ള ഗുണം അനുഭവപ്പെടുന്നതാകുന്നു. മനസ്സിലാക്കാനും മനസ്സിലായത് അംഗീകരിക്കാനും തയ്യാറല്ലാത്തവർക്ക് ഇത് ഉപകരിക്കുകയില്ല. ഖുർആൻ മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിതത്തിൽ പകർത്തി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.